ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. ശ്രീമദ്ദേവി മഹാഭാഗവതം 4-ാം സ്കന്ധം 1-ാം അധ്യായം. ജനമേജയ പ്രശ്നം. ജനമേജയൻ: വ്യാസദേവ മുനിശ്രേഷ്ഠ പുണ്യാത്മൻ സർവവിത്തമാ, ചോദിപ്പു ഞാൻ വീണ്ടുമസ്മത് കുലമംഗള കാരണം. ശൂരസേനസുതൻ ശ്രീമാൻ വസുദേവന്റെ പുത്രനായി ഭഗവാൻ ശ്രീ വിഷ്ണു മുന്നം പിറന്നാനെന്നു കേട്ടു ഞാൻ. ദേവന്മാർക്കും പൂജ്യനാമ വീരനാനകദുന്ദുബി, കംസന്റെ കാരാകാരത്തിൽ ധർമ്മിഷ്ഠൻ പെട്ടതെങ്ങനെ? ഭാര്യ ദേവകിയോടൊപ്പം എന്തവൻ ചെയ്ത കുറ്റവും, ദേവകിക്കുള്ളാറു മക്കൾ കൊല്ലപ്പെട്ടതുമെന്തിനായി? യയാദിവംശജൻ കംസൻ എന്തിന്നീ വക ചെയ്തതും, വാസുദേവൻ ശ്രീഹരി എമ്മട്ടിലുണ്ടായി തുരങ്കകം. ഗോകുലത്തിങ്കലെന്തിന്ന കൃഷ്ണനെ കൊണ്ടുപോയതും, ചങ്ങലക്കെട്ടിലാപ്പെട്ടോ അപ്പിതാക്കൾക്കു പുത്രനായി? ജനിച്ചെന്തിനത്തേജോ നിധിയാം ഭഗവാൻ ഹരി, ലോകസൃഷ്ടിക്കു താൻ ശക്തൻ അവൻ ഗർഭത്തിൽ നിന്നു താൻ. മോചിപ്പിക്കാഞ്ഞതെന്തിന്ന വൃദ്ധരാം തൻ പിതാക്കളെ, ശ്രീകൃഷ്ണ പരമാത്മാവിൻ ജന്മദാതാക്കളാമവർ. മുജ്ജന്മത്തിൽ ചെയ്തതെന്തെന്നേതു വിദ്വാനറിഞ്ഞവൻ, ആറുമക്കളുമാർ കംസൻ പാറമേലിട്ടുടയ്ക്കുവാൻ. ഓങ്ങവേ വാനിലങ്ങെട്ടു കയ്യോടും പോയ ബാലയാൽ, ബഹുഭാര്യൻ ഹരിയുടെ ഗാർഹസ്ഥ്യവുമുരയ്ക്ക നീ. മറ്റോരോ കർമ്മവും ചൊൽക കൃഷ്ണൻ തൻ ദേഹമുക്തിയും, പലരും പലതും ചൊന്നു കേട്ടു മോഹാന്ധനാണു ഞാൻ. വാസുദേവൻ തൻ ചരിതം ഉള്ള പോലുര ചെയ്ക നീ, നരനാരായണന്മാർ പണ്ടുണ്ടായിപ്പോൽ ധർമ്മപുത്രരായി. അവരപുണ്യബദരികാശ്രമത്തിലനേകനാൾ വാണുപോൽ വൻ തപസ്സാണ്ടു വിഷ്ണുംശന്മാർ മുനീശ്വരർ. കാമക്രോധാദിഷൽക്കത്തെ വെന്നു നിഷ്പൃഹരാമവർ, ലോകക്ഷേമത്തിനായി ചെയ്താർ വൻ തപസ്സന്നമെന്നിയേ. തദംശഭൂതന്മാർ പോലും ജിഷ്ണുവും കൃഷ്ണനും മുനേ, നാരദാദി മഹാന്മാരും കീർത്തിക്കും ബലമേറുവോർ. നരനാരായണന്മാരാം അവർ ജീവിച്ചിരിക്കവേ, കൃഷ്ണാർജുനന്മാരായി ജന്മാന്തരം പൂണ്ടതുമെന്തിനായി? മോക്ഷാർത്ഥമത്യുഗ്രതപസ്സാണ്ടയോഗികളാമവർ വീണ്ടും പ്രാപിച്ചതെന്തിനായി മറ്റു ദേഹങ്ങളിങ്ങനെ? സ്വതിർമിഷ്ടനാം ശൂദ്രൻ പിറക്കുന്നു നൃപാലനായി, ശൂദ്രൻ സദാചാരനെങ്കിൽ ദ്വിജനായും പിറന്നിടും. ഈഹയറ്റൊരു വിപ്രന്നു ഭവരോഗം വരാദൃഢം, നരനാരായണർക്കെന്തേ മരിച്ചാകാനുമിങ്ങനെ? ക്ഷത്രിയന്മാരായതെന്തേ തപശോഷിതരാമവർ, കുറ്റങ്ങൾ വല്ലതും ചെയ്തോ ശാപം വല്ലതുമേറ്റിതോ? വിപ്രന്മാർ ക്ഷത്രിയന്മാരായി തീരാൻ കാരണമെന്തുവാൻ? കേട്ടേൻ ഞാൻ വിപ്രശാപത്താൽ യദുവംശം മുടിഞ്ഞതായി. ഗാന്ധാരീ ശാപവും
വംശനാശത്തിൻ ഹേതുവായി പോൽ പ്രദ്യുമ്നനെ പണ്ടു കട്ടതെவ்விதം ശംബരാസുരൻ. വാസുദേവൻ ജഗന്നാഥൻ ദേവദേവനിരിക്കവേ ഈറ്റില്ലമേറി തത്പുത്രൻ തന്നെ കട്ടതുമെങ്ങനെ. ദുർഗമം ഹരിതൻ കോട്ടയ്ക്കുള്ളിൽ നിന്ന കുമാരനെ കട്ടുവെന്നോ ത്രികാലജ്ഞൻ ഹരിക്കുമറിയാവിധം. സംശയഗ്രസ്തമെൻ ചിത്തം സന്ദേഹം തീർക്കമേ പ്രഭോ. കൃഷ്ണൻ സ്വർഗതനായപ്പോൾ കൃഷ്ണൻ തൻ പത്നിമാരെയും കൊള്ളക്കാർ പോയി കൊള്ള ചെയ്താരതുണ്ടായതെങ്ങനെ. ഏവമോരോ സംശയത്താൽ ഊഞ്ഞാലാടുന്നിതൻ മനം. വിഷ്ണുവിൻ അംശമായി ഭൂവിൻ ഭാരം തീർക്കാൻ പിറന്നവൻ ശ്രീകൃഷ്ണൻ മധുരാരാജ്യം വിട്ടതെങ്ങനെ പേടിയാൽ. ബന്ധുക്കളും പടയുമായി ചെന്നുപോൽ ദ്വാരകയ്ക്കകം ഭൂഭാരഹരണത്തിനും ധർമ്മസംസ്ഥാപനത്തിനും. ദുഷ്ടന്മാരെ ഹരിക്കാനും അല്ലീ കൃഷ്ണൻ പിറന്നതും സ്വപത്നിമാരെ കയ്യൂക്കാൽ കൊള്ള ചെയ്തൊരു ദുഷ്ടരെ. അക്കള്ളന്മാരെ മുൻകൂട്ടി കണ്ടറിഞ്ഞു ജനാർദ്ദനൻ സർവജ്ഞനെന്തേ നിഹനിച്ചില്ല ജീവനോടുള്ള നാൾ. ഭീഷ്മാദിവധവും ഭൂവിൻ ഭാരം തീർപ്പതിനുമാണുപോൽ ധർമ്മിഷ്ഠരാം പാണ്ഡവന്മാർ മഹാന്മാർ പൂജ്യരായവർ. യുധിഷ്ഠിരൻ തൊട്ടുള്ളോർ ശ്രീകൃഷ്ണങ്കൽ ഭക്തിയേറുവോർ യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ രാജസൂയ മഹാമഖം ഭക്തിയോടും ചെയ്തു വിപ്രർക്കേകിയൊട്ടേറെ ദാനവും. എന്തിട്ടുമദ്ദേവാംശന്മാരായ കൃഷ്ണാശ്രയർക്കഹോ ഘോരദുഃഖം വരാനെന്തേ പുണ്യവും പോയതെങ്ങുവാൻ. അത്ര ദുഃഖിക്കുവാൻ മാത്രം പാപമെന്തവർ ചെയ്തതും. പിന്നെ ദ്രൗപദിയോ വേദീമധ്യജാത രമാംസജ മഹാസാധ്വി മഹാഭാഗ കൃഷ്ണഭക്തയുമായവൾ. അവൾക്കുമതുലം ഘോരദുഃഖം പെട്ടിതടിക്കടി തീണ്ടാർന്നോറ്റപ്പുടവയുമായി പേടിച്ചിരിക്കവേ. മുടി ചുറ്റിഴച്ചാൻ ദുശാസനൻ സഭയിൽ ബലാൽ വിരാടപുരിയിൽ. പിന്നെ മത്സ്യൻ തൻ ദാസിയായ നാൾ കരഞ്ഞാൾ കുരുവിക്കൊപ്പം കീചകദ്രോഹമേൽക്കയാൽ. ജയദ്രഥൻ തട്ടിയെടുത്തെന്നും വാവിട്ടു കേഴവേ ചെന്നു മോചിപ്പിച്ചു മഹാന്മാരാം പാർത്ഥർ മഹാബലർ. മുജ്ജന്മകൃതമാം പാപമേതിനാൽ ധർമ്മജാതികൾ രാജസൂയ മഹായജ്ഞം ചെയ്തിട്ടും മമ പൂർവജർ ഈ മട്ടിലൊട്ടേറെ ദുഃഖം ഭുജിച്ചെന്നതുമോദണം. ദേവാംശജാതന്മാരാമ പാണ്ഡവർക്കിത്ര കഷ്ടത പൂർവകർമ്മഫലം കൊണ്ടു വരാമോ ശങ്കയുണ്ടുമേ. ജഗത്തിൻ നശ്വരത്വത്തെ അറിഞ്ഞും ചതിയാലവർ സദ്വൃത്തർ ഭീഷ്മാദികളെ ലോഭത്താൽ കൊന്നതെങ്ങനെ. ഈ ഘോര പാപവും ചെയ്തു വംശച്ഛേദം വരുത്തുവാൻ മഹാത്മാവാം കൃഷ്ണനത്രേ കൗന്ദേയർക്കരു നിന്നതും. ലോഭത്താൽ യോധരെ കൊന്നു ജീവിപ്പതിലുമുത്തമം
വരിനെല്ലരിയും പിച്ചതെണ്ടലും കൂലിവേലയും വീരരാം ഗോളകസുതന്മാരെയുണ്ടാക്കി നീയൊരാൾ വേരറ്റുപോയൊരാ വംശം നിലനിർത്തി മുനീശ്വര. തെല്ലുകാലം മുമ്പു മാത്രം എൻ പിതാവുത്തരാസുതൻ മുനികണ്ഠത്തിലച്ചത്ത സർപ്പത്തെ ചേർത്തതെങ്ങിനെ? രാജവംശത്തിലൊരുവൻ മൗനിയാമൊരു വിപ്രനെ ദേഷിച്ചതില്ലിന്നുവരെ കച്ചനെന്തിതു ചെയ്യുവാൻ? ഇവയും മറ്റുമായെന്റെ ഹൃദയം സംശയാകുലം ആശ്വസിപ്പിച്ചാലുമങ്ങു സർവജ്ഞൻ ദയയേറുവോൻ. ഒന്നാം അധ്യായം സമാപ്തം. ഓം ജഗദംബായേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ദേവീ മഹാഭാഗവതം 4-ാം സ്കന്ധം 2-ാം അധ്യായം ജന്മാദി കാരണ നിരൂപണം. സുതൻ ഏവം ചോദിക്കവേ വ്യാസൻ ധീമാൻ സത്യവതീ സുതൻ പുരാണജ്ഞൻ സംശയങ്ങളറുക്കും വണ്ണമിങ്ങനെ പരീക്ഷിത്തിന്റെ മകനാം ഭൂപാലൻ തന്നോടോതിനാൻ. വ്യാസൻ, രാജൻ ചൊല്ലേണ്ടതെന്തീ ഞാൻ കർമ്മത്തിൻ പോക്കു ദുർഗ്രഹം വിണ്ണോർക്കുമറിയാ പിന്നെ എന്തീ മാനവർ തൻ കഥ. ത്രിഗുണാത്മകമീ വിശ്വം എന്നു തൊട്ടുദ്ഭവിച്ചിതോ ഉറപ്പിക്കാം വന്നു തൊട്ടു കർമാധീനമതെന്നതായി. ആദ്യന്തമറ്റ ജീവങ്ങൾ കർമ്മവിത്തിൽ മുളച്ചവ പലേയോനിയിലും വീണ്ടും വീണ്ടുമുണ്ടായി നശിക്കയാം. ദേഹബന്ധം വരാനൂനം കർമ്മബന്ധം നശിക്കുകിൽ ശുഭം പിന്നീടശുഭവും മിശ്രമിങ്ങനെ മൂവിധം. കർമ്മം നിറഞ്ഞതീ വിശ്വം എന്നു തത്വജ്ഞർ ചൊൽകയാം. സഞ്ചിതം പിന്നെയോ പ്രാരബ്ധങ്ങളും വർത്തമാനവും. ഈ വിധം മൂന്നു താൻ കർമ്മബന്ധം ദേഹത്തിനുള്ളതും ബ്രഹ്മാദിസ്തംഭ പര്യന്തമെല്ലാം തദ്വംശകം നൃപ. സുഖം ദുഃഖം മൃത്യുജര ഹർഷശോകാദിയും തഥാ. കാമം ക്രോധം ലോഭമേവം സർവദേഹഗുണങ്ങളും കർമാധീനങ്ങളായാർക്കും സംഭവിക്കുന്നു ഭൂപതേ. രാഗദ്വേഷാദിഭാവങ്ങൾ വിണ്ണിലും സംഭവിച്ചിടും പക്ഷികൾക്കും മൃഗങ്ങൾക്കും നരർക്കും വിണ്ണവർക്കുമേ. പൂർവജന്മങ്ങളിലെഴും സ്നേഹവൈരങ്ങളൊത്തുതാൻ ദേഹമൊപ്പം ജനിക്കുന്നു വികാരങ്ങളശേഷവും. കർമ്മബന്ധങ്ങളില്ലാതെ ജനിക്കില്ലൊരു വസ്തുവും. സൂര്യൻ ചുറ്റുന്നതും ചന്ദ്രൻ ക്ഷയിക്കുന്നതുമവ്വിധം. രുദ്രൻ കപാലം കയ്യേന്തുന്നതും അക്കർമ്മമൊന്നിനാൽ. ആദ്യന്തമറ്റൊരിക്കർമ്മം ഉൽപ്പത്തിക്കുള്ള കാരണം. അക്കാരണത്താൽ താൻ വിശ്വം സമസ്തം ശാശ്വതം നൃപ. നിത്യാനിത്യ വിചാരത്തിൽ മുഴുകിത്താൻ കഴിക്കിലും മുനിമാരുമതിൻ നിത്യാനിത്യത്വമറിയാത്തവർ. മായ നിൽക്കുന്നിടത്തോളം പ്രപഞ്ചം കാൺമു സത്യമായി. കാരണം നിൽക്കവേ കാര്യം ഇല്ലെന്നോതാവതോ നൃപ. മായയല്ലോ നിത്യ സർവത്തിനും കാരണമായതും. അതിനാൽ കർമ്മമാം ബീജം നിത്യമെന്നോർപ്പു ബുദ്ധിമാൻ. നാനാധർമ്മമയം നാനായോനിയിൽ സതതം നൃപ. ഈ കർമ്മബന്ധത്താലത്രേ
ജഗത്തൊക്കെ ഭ്രമിപ്പതും ഇച്ഛയാലാണെങ്കിലുഗ്ര തേജസാം വിഷ്ണു കൂടിയും. യുഗന്തോറും നീചയോനികളിൽ ചെന്നു പിറക്കുമോ വൈകുണ്ഠവാസവും നാനാ സുഖഭോഗങ്ങളും നൃപാ. വെടിഞ്ഞു വിൺമൂത്രഗേഹ വാസമാരാൻ കൊതിക്കുമോ സുഖാസനം ജലക്രീഡ പൂവിരുത്തു കളിക്കലും. വിട്ടേതു ബുദ്ധിമാൻ ഗർഭ ഗൃഹവാസം കൊതിച്ചിടും. ഹംസതൂലീ നിർമ്മിതമാം പട്ടുപൂമെത്ത വിട്ടഹോ തലകീഴായുള്ള വാസം ബുദ്ധിയുള്ളോൻ കൊതിക്കുമോ. നാനാരസങ്ങളുൾ തിങ്ങും പാട്ടുമൊക്കൊട്ടുമാട്ടവും വെടിഞ്ഞാർ നരകം വാഴാൻ ഉള്ളുകൊണ്ടു നിനപ്പതും. ആഴിമങ്കയ്ക്കെഴും നാനാ വശ്യഭാവരസങ്ങളെ വിട്ടുവിൺമൂത്രപാനത്തെ ബുദ്ധിയുള്ളോൻ കൊതിക്കുമോ. മുപ്പാരിലും ഗർഭവാസത്തെക്കാളില്ലൊരു ദുഃഖവും അതു പേടിച്ചു താൻ ചെയ്വോ മുനിമാർ ദുസ്തരം തപം. അതു പേടിച്ചു താൻ നാടും സുഖവും വിട്ടു കാടകം പോകുന്നു വിജ്ഞരതിനെ ഏതു മൂഢൻ കൊതിച്ചിടും. ദേഹം തുളയ്ക്കും കൃമികൾ ചോടെജ്ജഠരവഗ്നിയും ചുരഞ്ഞു ഞെക്കും വപയും ഗർഭത്തിൻ സുഖമെന്തുവാൻ. അതിൽ ഭേദം കൈവിലങ്ങാൻ അതിൽ ഭേദം തുറങ്കുതാൻ. ഗർഭാവാസം ഞൊടിയിട പോലും സുഖദമായി വരാ ഗർഭത്തിലപ്പത്തു മാസം തീർപ്പതെത്ര ഭയങ്കരം. ഇറുങ്ങി യോനിയന്ത്രത്തിലിറങ്ങലതിദുസ്സഹം വിശപ്പോ ദാഹമോ നോവോ വന്നാലും പരതന്ത്രനായി. മിണ്ടാതെ അജ്ഞനായി കേഴും ശിശുവിൻ ദശദുസ്സഹം വിശന്നു കരയും ബാലൻ തന്നെ കണ്ടമ്മ ഖിന്നയായി. മരുന്നു നൽകാൻ തുനിയും രോഗം താനെന്ന ചിന്തയാൽ കുട്ടിക്കാലത്തേവമുണ്ടാമല്ലോ കഷ്ടം പലേവിധം. എന്തു സൗഖ്യം കണ്ടു ജന്മം ഇച്ഛിക്കേണ്ടു മനീഷികൾ വിണ്ണോരുമൊത്തനുസ്യൂത സുഖഭുക്തി വെടിഞ്ഞൊരാൾ. കൊതിക്കുമോ മൂഢനെന്യേ പോരിൽ ക്ഷീണിച്ചു കേഴുവാൻ. ബ്രഹ്മാദിദേവന്മാരെല്ലാം ഏതുകൊണ്ടും നൃപോത്തമ ഭുജിപ്പൂ സുഖദുഃഖങ്ങൾ സ്വസ്വകർമ്മങ്ങൾ കൊണ്ടുതാൻ. ദേഹമുണ്ടെങ്കിലോ ദേവ തിര്യങ്മർത്യർക്കശേഷവും നല്ലതോ ചീത്തയോ തിന്നേ തീരൂ കർമ്മങ്ങൾ തൻ ഫലം. നരൻ പ്രാപിക്കുമിന്ദ്രത്വം തപോയജ്ഞാദിയാൽ തഥാ പുണ്യക്ഷയത്താൽ നിശ്ശങ്കം വീഴുകയും ചെയ്യുമിന്ദ്രനും. രാമാവതാരം വന്നപ്പോൾ വിണ്ണോർ മൊച്ചകളായി തഥാ യാദവന്മാരുമായി വിണ്ണോർ കൃഷ്ണനു തുണയേകുവാൻ. ഏവം ഹരി യുഗന്തോറും അവതാരം പലേതരം ബ്രഹ്മപ്രേരണയാൽ ചെയ്വോ ധർമ്മ സംരക്ഷണത്തിനായി. വീണ്ടും വീണ്ടും തേരുരുൾ പോൽ നാനായോനിയിലും ഹരി ചെയ്യുന്നു ഭഗവാൻ അദ്ഭുത അവതാരങ്ങൾ ഭൂപതേ. അംശാംശത്താൽ മന്നിലേവം ജന്മമാർന്നത്പരാത്പരൻ ചെയ്യുന്നു ദൈത്യവധമാം കർമ്മമെന്നും കുരുദ്വഹ. ഇനി ചൊല്ലിത്തരാം കൃഷ്ണാവതാരചരിതം ശുഭം. പിറന്നു യദുവംശത്തിൽ
ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി. കശ്യപൻ തൻ അംശമത്രേ വസുദേവൻ പ്രതാപവാൻ. പൂർവശാപാനുഭാവത്താൽ പിറന്നാൻ ഗോപനായവൻ. ഉണ്ടായി പോൽ കശ്യപന്നു ഭാര്യമാരായി 2 പേർ. ഒരുത്തി തൻ പേരദിതി, മറ്റേവൾ സരസാഭിധ. കോപിച്ചു വരുണൻ പണ്ടു ശപിച്ചാനതിലാലവർ. പിറന്നുപോൽ ദേവകിയായി തഥാ രോഹിണിയായുമേ. രാജാവ് മഹാത്മാവാം കശ്യപർഷി ചെയ്തൊരപ്പാപമെന്തുവാൻ. മഹാമതേ ഭാര്യമാരൊത്തെന്തവൻ ശബ്ദനാകുവാൻ. വൈകുണ്ഠത്തിൽ താർമകളൊത്തരുളും പൂർണ്ണനാം ഹരി. ഗോകുലത്തിൽ പിറക്കാനുള്ളൊരു ഹേതുവുമോദണം. ആദിനാരായണൻ സർവാധാരൻ അവ്യയനാം ഹരി. ആർക്കും വിധേയനല്ലല്ലോ ഭഗവാൻ ദേവനായകൻ. അവനെങ്ങനെ തൻ ഗേഹം വിട്ടു മാനുഷയോനിയിൽ പിറന്നു കർമ്മവാനെപ്പോൾ? അതാണെൻ സംശയം മുനേ. മർത്യദേഹം പൂണ്ടു ചെയ്വോ പരിഹാസ്യ പ്രവൃത്തിയും. ദൃഷ്ടമാനുഷജന്മം പൂണ്ടുൾക്കൊള്ളൂ പല ഭാവവും. മർത്യദേഹം പൂണ്ടു ചെയ്വോ പരിഹാസപ്രവൃത്തിയും. ദുഷ്ടമാനുഷജന്മം പൂണ്ടുൾക്കൊള്ളൂ പല ഭാവവും. കാമം ക്രോധം മോഹശോക മാത്സര്യങ്ങളുമവ്വിധം. സുഖം ദുഃഖം ഭയം ദൈന്യം ആർജവം പ്രീതിയും തഥാ. പോഷണം ചലനം താപം വിമർശം ഡംബുരയ്ക്കലും. പാപവും പുണ്യവും സത്യഭാഷണം താഡനം തഥാ. ലോഭവും ദംഭവും പിന്നെ കള്ളവും വ്യസനങ്ങളും. ഭാവങ്ങളേവമിനിയും ഉണ്ടാവും മർത്യനാവുകിൽ. അനശ്വരം സുഖം മുറ്റും വെടിഞ്ഞു ഹരിയെങ്ങിനെ. ഭാവങ്ങളേവമുൾത്തിങ്ങും നരജന്മം വരിച്ചതും. മർത്യജന്മത്തിലീ മന്നിൽ സുഖമെന്തേ മുനീശ്വര. ഭഗവാൻ ശ്രീവിഷ്ണു ഗർഭവാസമെന്തേ വരിക്കുവാൻ. ഗർഭദുഃഖം ജന്മദുഃഖം പിന്നെ ശൈശവദുഃഖവും. യൗവനത്തിൽ കാമദുഃഖം പിന്നെ ഗാർഹസ്ഥ്യദുഃഖവും. നരജന്മത്തിലിമ്മട്ടിലുണ്ടല്ലോ പല ദുഃഖവും. എന്നിട്ടുമെന്തേ ഭഗവാൻ വീണ്ടും വീണ്ടും പിറക്കുവാൻ. പരാത്പരൻ വിഷ്ണു രാമനായിട്ടവതരിക്കയാൽ. കെടുതാമഴലെന്തെല്ലാം തിന്നു വൻകാട്ടിൽ വാണവൻ. സീതാവിരഹവും ദൈത്യരോടടിക്കടി യുദ്ധവും. പൊറുക്കാനിടയായി ഭാര്യ ത്യാഗവും കൂടിയമ്മഹാൻ. കൃഷ്ണനായി പിറന്നോ ജന്മം കല്ലറ തന്നകം. ഗോകുലത്തിൽ ചെന്നു പിന്നെ ആടുമേച്ചു നടക്കലും. കംസനിഗ്രഹവും ദ്വാരകയ്ക്കകം ചെന്നൊളിക്കലും. കഷ്ടങ്ങൾ പലതീവണ്ണം കൃഷ്ണനും പൂണ്ടതെങ്ങനെ. സ്വേച്ഛയാലീ വിധം ദുഃഖം വിജ്ഞനാമാർ കൊതിച്ചിടും. സംശയം തീർക്ക സർവജ്ഞ മനഃശാന്തി ലഭിക്കുവാൻ. 2-ാം അധ്യായം സമാപ്തം. ഓം ശ്രീ ജഗദംബായേ നമഃ.